സംസ്ഥാനങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലും VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലും അടക്കം ആ കാലക്രമേണ ആ കടം കൂടി വന്നു ഈ ബാധ്യതയിലേക്ക് കേരളത്തെ എത്തിച്ചു. അപ്പൊ കേരളത്തിലെ പൊതു ഖജനാവ് എന്ന് പറഞ്ഞാൽ കടക്കണിയിലാണ് കേരള സർക്കാർ. അപ്പൊ ആ കടക്കണിയിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ വീണ്ടും ജനങ്ങൾ അധികാരത്തിലേക്കണോ? നിങ്ങൾക്കറിയാം, അതിനു മുമ്പുള്ള കോൺഗ്രസിന്റെ ഭരണകാലം നമുക്കറിയാം. 5ാം മന്ത്രി വിവാദം 2004 മുതൽ 14 വരെയുള്ള UPA ഗവൺമെന്റിന്റെ ഭരണകാലഘട്ടം, മത തീവ്രവാദ സംഘടനകളുടെ അഴിഞ്ഞാട്ടം, അതൊക്കെ നമ്മുടെ മനസ്സുകളിലുണ്ട്. ഇപ്പൊ തന്നെ വിശ്വാസി സംരക്ഷകർ എന്ന് അവകാശപ്പെട്ട് അയ്യപ്പ സംഗമം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2018 കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിച്ചു. ഒരു സുപ്രീം കോടതി ഉത്തരവ് വന്ന് ആ ഉത്തരവിന്റെ പകർപ്പ് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നതിന് മുമ്പ് ഏതാണ്ട് 10 മണിക്കൂറിനകത്ത് കേരളത്തിലെ മുഴുവൻ ADGPമാർ അടക്കമുള്ള മുഴുവൻ പോലീസ് സന്നാഹം ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയുടെ പരിശുദ്ധി, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ ബോധപൂർവം തകർക്കാൻ ശ്രമിച്ച ഒരു സർക്കാർ. ആ സർക്കാരാണ് ഇപ്പൊ 10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമം നടത്തി ഒരാഴ്ച കാലം കഴിഞ്ഞപ്പോഴേക്ക് പുറത്തു വരുന്ന വാർത്തകളെന്താ? ആ ശബരിമലയുടെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് വരെ സ്വർണം അടിച്ചു മാറ്റുന്ന CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ, CPMന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നവർ, മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാർ അടക്കമുള്ളവർ ഇത് ജയിലിൽ പോകേണ്ടി വന്നത് എന്തുകൊണ്ട്? അങ്ങനെയുള്ള ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനെതിരായി നിലപാടെടുത്തിട്ടുള്ള, കാലാകാലങ്ങളായി മതവർഗീയ സംഘടനകളെ മാറി മാറി താലോലിക്കുന്ന ഇടത് വലത് മുന്നണികൾ വികസനം എന്തെന്ന് കേരളത്തിൽ കാണിക്കാൻ കഴിയാത്ത, ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ BJPയുടെ MLA ഒന്നുമില്ല. പക്ഷെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലുള്ള എല്ലാ വികസനവും, ഇപ്പൊ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനം നമ്മളിവിടെ നടക്കും. എനിക്ക് അടിവരയിട്ട് പറയാൻ കഴിയും, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 100% കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. പക്ഷെ അവർ തുടക്കത്തിൽ അവർ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നൊക്കെ പറഞ്ഞു. അവസാനം മൈലക്കാട് യാദൃശികമായ ഒരു അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി അവിടെ വെച്ച് പറഞ്ഞു, ഇതുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ അതായത് ദേശീയപാതയ്ക്ക് വേണ്ടി ബോർഡ് വെച്ച മുഹമ്മദ് റിയാസും പിണറായി വിജയന്റെയും പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബാലഗോപാൽ പരസ്യമായി പറഞ്ഞു, മൈലക്കാട് വന്ന് പരസ്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല. അപ്പോ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വികസനം എന്ന് ഈ സംസ്ഥാനത്ത് പറയുമ്പോൾ BJP ചുമ്മാ പറയുന്നതല്ല. ഇപ്പൊ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞത് വികസിത കേരളം എന്നുള്ളതാണ്. ആ വികസിത കേരളം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ വികസനം ചർച്ച ചെയ്യണം. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബോധപൂർവം ഈ രണ്ട് മുന്നണികളും കപട മതേതരവാദം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചുവിടുവാൻ ബോധപൂർവമായ പരിശ്രമം എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ രണ്ട് മുന്നണികളും നടത്താറുണ്ട്. ഇപ്പൊ അവർ രണ്ടുപേരും പറയുന്നത് ബി ജെ പി കോൺഗ്രസും തമ്മിൽ ഡീലാണ് എന്ന് ഇടതുപക്ഷം പറയുന്നു, ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഡീലാണ് എന്ന് വലതുപക്ഷം പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഈ രണ്ട് മുന്നണികളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഞങ്ങൾക്ക് ഒരിക്കലും അവരുമായി സന്ധി ചെയ്യാൻ കഴിയില്ല. കാര്യം ഞങ്ങളെ ഇപ്പോ ഈ ഒന്നാണെന്ന് പറയുന്ന ഈ മുന്നണികൾ പാറശാലയ്ക്ക് അപ്പുറത്തേക്ക് കൈപ്പത്തിക്കകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം വെച്ച് മത്സരിക്കുന്നവർ. പ്രകാശ് കാരാട്ടിന്റെയും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പടം ഒരു പോസ്റ്ററിൽ അച്ചടിച്ചിട്ടാണ് കേരളം വിട്ടിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മുന്നണികൾ ഭരിക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബഹുമാനായിട്ടുള്ള ഞങ്ങളുടെ മുതിർന്ന നേതാവ് KG മാരാർജി അടക്കം, ബഹുമാനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കം, ബഹുമാനായിട്ടുള്ള കുമ്മനം രാജേട്ടൻ അടക്കം ഇങ്ങോട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ മത്സരിച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും എവിടെയാണോ BJP ജയിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെയും ചാത്തന്നൂരും നിങ്ങൾ ആലോചിക്കുക, കോൺഗ്രസിന് 30,000 വോട്ടാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടേണ്ടത്?
ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ 2011 കോൺഗ്രസിന്റെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങളൊന്ന് പരിശോധിക്കുക. 2016 കോൺഗ്രസിന് എത്രയാണ് കിട്ടിയത്? 2011 കിട്ടിയ വോട്ട് 2016 അവർക്ക് കിട്ടിയിട്ടില്ല. 2021 അവരെ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ശൂരനാട് രാജശേഖരനും പീതാംബരക്കുറുപ്പും അടക്കമുള്ള സീനിയർ നേതാക്കന്മാർ മത്സരിച്ചിട്ട് പോലും 2011 വോട്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു. ഇതിനർത്ഥം ചാത്തന്നൂരിലല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും BJP ജയിക്കുന്നു. BJP പരാജയപ്പെടുത്തുന്ന കാര്യത്തിൽ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്. അത് ചാത്തന്നൂരിലായാലും നിയമമായാലും വട്ടിയൂർക്കാവായാലും കഴക്കൂട്ടമായാലും. പക്ഷേ അതൊക്കെ മറികടന്ന് ജനങ്ങൾ ജയിപ്പിക്കുന്ന സാഹചര്യമാണ് തൃശ്ശൂരും കൊല്ലം കോർപ്പറേഷനും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് അടിവരയിട്ട് പറയുന്നു, ചാത്തന്നൂരിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടുന്ന ഒരു മാസ്റ്റർ പ്ലാൻ, അത് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ, തെരുവിളക്കിന്റെ കാര്യത്തിൽ, തെരുവ് നായയുടെ കാര്യത്തിൽ, റോഡുകളുടെ കാര്യത്തിൽ, നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ, നെടുങ്ങോലം താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ, പരവൂർ റെയിൽവേ സ്റ്റേഷന്റെ കാര്യത്തിൽ, അങ്ങനെ നമ്മുടെ സമസ്ത മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും, അതിന് രാഷ്ട്രീയമൊന്നോ ജാതിയെന്നോ മതമോ ഒന്നും നോക്കാതെ ഒരു വികസനത്തിന് ഞങ്ങൾ ചാത്തന്നൂർ തയ്യാറാണ്. ഞങ്ങൾക്കൊരു അവസരം തരണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാറുള്ളത്.